സർ, ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്? അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട വസ്തുത പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരാത്താണ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സിൽ നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്. ജനങ്ങൾ ദാസനാണ്. ഒരു പഴയ വിജയൻ ഉണ്ടായിരുന്നു എന്ന് പുതിയ വിജയൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ട് അധിക നാളായിട്ടില്ല. ഇന്നിപ്പോൾ പറയുന്നു പുതിയ വിജയൻ ദാസനാണെന്ന്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഴമറിഞ്ഞിട്ടോ പാർട്ടിയുടെ അടിവേരിളകിയെന്ന് തിരിച്ചറിഞ്ഞിട്ടോ ആണ് ദാസനായത് എന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ തെറ്റ്. അന്നൊരിക്കൽ മന്ത്രിപരിവാരങ്ങളെ കൂട്ടി ചോക്ലേറ്റ് ബസ്സിൽ ഉലകം ചുറ്റിയപ്പോൾ കരിങ്കൊടി കാട്ടിയവരുടെ തലയ്ക്ക് ഹെൽമറ്റും പൂച്ചട്ടിയും കൊണ്ടടിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്നാണ് ഇതേ ദാസൻ ഇന്ന് സഭയിൽ പറഞ്ഞത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളിപ്പോൾ ദാസനോ വിജയനോ? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി രാഷ്ട്രീയ നിരീക്ഷകർ ശ്രീജിത് പണിക്കർ, അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇടതു സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവരൊപ്പം ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് എ ജയശങ്കറിലേക്ക്. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ ദാസനാണ് എന്നാണ്. അതേ മുഖ്യമന്ത്രി തന്നെ പഴയ രക്ഷാപ്രവർത്തനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. SFI ഇടിമുറി കൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമല്ലെന്ന് ആവർത്തിച്ചു പറയുന്നു, അവരെ ന്യായീകരിക്കുന്നു. ശരിക്കും മുഖ്യമന്ത്രി ദാസനോ വിജയനോ? അഡ്വക്കേറ്റ് ജയശങ്കർ, കേൾക്കാമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതേ ചോദ്യത്തിന് ഉത്തരം. അതെ, മുഖ്യമന്ത്രി ദാസനോ വിജയനോ എന്ന ചോദ്യം നന്നായിട്ടുണ്ട്. അദ്ദേഹം രണ്ടുമാണ്. അദ്ദേഹം പിണറായി വിജയൻ എന്നൊരു കാലമുണ്ട്, ഒരു വശമുണ്ട്. അത് ഇപ്പോൾ പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യപരമായി ശരിയാണ്, താൻ ജനങ്ങളുടെ ദാസനാണ് എന്ന് പറയുന്നതും. ഇവിടെ ഭരണാധികാരി, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ദൈവമാണ്, ദൈവദത്തമായ അധികാരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി വരെയുള്ള ഒരു നാടാണിത്. അവിടെ ജനങ്ങളുടെ അംഗീകാരത്തോടെ അധികാരത്തിൽ വരുന്ന ഒരാൾ, അത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും, അദ്ദേഹം ജനങ്ങളുടെ ദാസനാണ് എന്ന തത്വം അല്ലെങ്കിൽ സത്യം കൂടെ ഓർക്കുന്നതും പറയുന്നതും നല്ലത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഈയിടെയായി നല്ല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതി മാറണം, ശൈലി മാറണം എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ച് ഒരു ശൈലിയുണ്ട്, ആ ശൈലിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഞാനൊരു CPMൻ്റെ വക്താവ് എന്ന നിലയ്ക്കല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഉദാഹരണത്തിന് നവകേരള യാത്രയിൽ ഉണ്ടായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങൾ, അത് അവർ ആ പ്രതിഷേധിക്കുന്നവർ ബസ്സിനടിയിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി പിടിച്ചു മാറ്റിയതാണ്, അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുള്ള ന്യായീകരണം നമ്മൾ അന്ന് മുതലേ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രി അത് ആവർത്തിക്കുന്നുണ്ട്. അത് അത്ര ശരിയായ ഒരു വിശദീകരണം ആയി എനിക്ക് തോന്നുന്നുമില്ല. കാരണം ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പരിഹാസത്തിനും
മറ്റു രീതിയിലുള്ള വ്യാഖ്യാനത്തിനും ഇടവരുത്തും എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അത് ഏത് രീതിയിലാണെങ്കിലും അതിന് SFIക്കാരെയോ DYFIക്കാരെയോ ആരും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രക്ഷാപ്രവർത്തനം എന്ന വാക്ക് അന്നും കൃത്യമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അത് ആവർത്തിക്കുമ്പോൾ തീരെ കൃത്യമാകുന്നില്ല അല്ലേ? തീർച്ചയായും എനിക്ക് ആ വാക്കിനോട് യോജിപ്പില്ല. കാരണം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ചുരുങ്ങിയ പക്ഷം പ്രളയം വന്നപ്പോഴെങ്കിലും ആ വാക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുകയും ആ അർത്ഥമറിഞ്ഞ് പലരും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തതൊക്കെ നമ്മൾ അനുഭവിച്ചവരാണല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ആദ്യം വിശദീകരിച്ചപ്പോൾ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴും അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പല കാരണങ്ങളും പാർട്ടി തന്നെ സ്വയം കണ്ടെത്തിയിട്ടുണ്ട്. ആ കാരണങ്ങളിൽ ഊന്നി നിൽക്കുന്ന വിശദീകരണം ഇപ്പോഴും നൽകിയാൽ അത് ശരിയാവുകയുമില്ല. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ദാസനാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ അർത്ഥം അറിഞ്ഞ് തന്നെയാണ് പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. മുഖ്യമന്ത്രി ജനങ്ങളുടെ ദാസൻ ആയിരിക്കുകയും വേണം. ശരി, ശ്രീജിത്ത് പണിക്കർ, ഈ പാർട്ടിക്ക് രക്ഷാപ്രവർത്തനം അത്യാവശ്യമായ ഒരു കാലമാണിതെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നുണ്ടോ? ശ്രീ കൃഷ്ണരാജ്, നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അല്പം മുമ്പ് നവകേരള സദസ്സ് എന്നൊരു മാമാങ്കം കണ്ടതാണ്. ആ സദസ്സിൽ ആരായിരുന്നു മഹാരാജാവ്, ആരായിരുന്നു ദാസന്മാർ എന്നുള്ളതും നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. ദാസൻ ഒരിക്കലും മൈക്കിനോട് അടികൂടുന്നത് നമ്മളാരും കാണാറില്ല. അതെപ്പോഴും മഹാരാജാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ദാസന്റെ സംസാര ഭാഷയോ ശരീരഭാഷയോ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വിജയൻ തന്നെയാണ്. അദ്ദേഹം കേരളത്തിന്റെ ഒരു മഹാരാജാവ് കണക്കെ പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ഭരിക്കുന്നയാളാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഭരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ആൾക്കാരിലേക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വാഗൊണ്ട് പറഞ്ഞാൽ ഒരാൾ ദാസനാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല. നമ്മൾ ഈ പലപ്പോഴും നീതി സംവിധാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പലപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഓൾസോ സീൻ ടു ഹാവ് ബീൻ ഡൺ എന്ന് പറയും. അതായത് ഈ നമ്മൾ നീതി നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്ന് ആൾക്കാർക്ക് തോന്നുകയും വേണം. അതായത് അവരത് കാണണം, ബോധ്യപ്പെടണം. മുഖ്യമന്ത്രി ഇത് പറഞ്ഞാൽ പോരാ, നാട്ടുകാർക്ക് അത് തോന്നുകയും കൂടി വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദാസൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണോ തുടർന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഒന്ന്, അദ്ദേഹം അവിടെ ന്യായീകരിക്കുന്നത്, നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധക്കാരൻ അവിടെ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നു, അദ്ദേഹം കരിങ്കൊടി വീശുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഇൻസിഡന്റിനെ വിവരിക്കുകയാണ്. എന്നാൽ അവിടെ നടന്നിരിക്കുന്ന സംഭവം ശരിക്കും എന്താണ്, വിവരണമൊന്നുമില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അന്ന് നടന്നിരിക്കുന്നത് ആൾക്കൂട്ട ആക്രമണമാണ്. യഥാർത്ഥ അർത്ഥത്തിൽ ആൾക്കൂട്ട ആക്രമണമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നേരിട്ടത്. അദ്ദേഹത്തെ പൂച്ചട്ടി വെച്ചിട്ടും വടിവെച്ചിട്ടോ പിന്നെ ഹെൽമെറ്റ് വെച്ചിട്ടും ഒക്കെ തന്നെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിന് പുറത്തും ഇതേപോലെ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അപലപിച്ചിരിക്കുന്ന ആൾ കൂടിയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷേ കേരളത്തിൽ ദൗർഭാഗ്യകരമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കുറെ അധികം വിഷയങ്ങൾ, മധുവിൻ്റെ തൊട്ട് ഇങ്ങോട്ട് കുറെ അധികം വിഷയങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പൊളിറ്റിക്കലി വന്നിരിക്കുന്ന ഒരു ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതാണ്. അതിനെ അന്ന് അദ്ദേഹം രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ചുവെങ്കിൽ ഇപ്പോഴും ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് പറയുകയാണ്. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് അദ്ദേഹം ദാസനാണോ മഹാരാജാവാണോ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൾക്കൂട്ട ആക്രമണം നടക്കുമ്പോൾ ഇത്ര നാൾ കഴിഞ്ഞതിന് ശേഷവും അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. വളരെ പ്രസക്തമാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഞാൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണ്, എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ്, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. ഇന്ന് സഭയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. വിജയൻ ദാസനാണെന്ന് വാക്കുകളിൽ തോന്നിപ്പിക്കുന്നുണ്ട്. ഈ വലിയ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ തിരിച്ചടിയുടെ ഈ സമയത്തും പ്രവൃത്തിയിൽ അത് തോന്നിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹം ദാസനാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ ചിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഉമ്മൻചാണ്ടിയെ പോലൊരാൾ കഴിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹം വന്നത്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ദാസനായിട്ട് ഭാവിച്ച ആളാണ്. അദ്ദേഹം തന്നെ ശരിക്കും ദാസനായിരുന്നു എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ
വളരെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഏതു സമയത്തും ആർക്കും അദ്ദേഹത്തിൻ്റെ വാതിൽ തള്ളി തുറന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെല്ലാം വരുന്നു. അദ്ദേഹം അവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ആളായിരുന്നു. എല്ലാവരോടും സൗമ്യമായിട്ട് സൗമനസ്യത്തോടി പെരുമാറിയിരുന്ന ആളായിരുന്നു. മറ്റ് പല പ്രവൃത്തികളോടും നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനകീയതയെക്കുറിച്ച് ജനസ്വീകാര്യതയെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇദ്ദേഹം വന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു വളരെ പ്രകടമായ വ്യത്യാസം ഇവരുടെ സംസാരത്തിലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, ശരീരഭാഷയിലുണ്ട്, മൊത്തം കാര്യങ്ങളിലുമുണ്ട്. അതാർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മഹാരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ തിരുവിതാംകൂറുകാരും കൊച്ചിക്കാരും ഒക്കെ മഹാരാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. കൊച്ചി മഹാരാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് പത്മനാഭദാസൻ നമ്മുടെ ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. അദ്ദേഹം എത്ര സൗമ്യമായിട്ടാണ്, എത്ര വിനീതമായിട്ടാണ് പെരുമാറിയിരുന്നത്. അദ്ദേഹം ചരിത്രത്തിൽ ആകമാനം വിനീതനായ ഒരു മനുഷ്യനായിരുന്നു. കൊച്ചി രാജാക്കന്മാരുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. കോഴിക്കോട് സാമൂരിപ്പാടാണെങ്കിലും വലിയ ഔദ്ധത്യമൊന്നും പ്രകടിപ്പിച്ചായിട്ട് നമുക്കറിയില്ല. അപ്പോൾ കേരളീയർക്ക് പരിചിതമുള്ള ഒരു മഹാരാജാവും ഇദ്ദേഹത്തെ പോലെ ആയിരുന്നില്ല. ഇദ്ദേഹത്തോളം ധാർഷ്ട്യമോ ധിക്കാരമോ അഹങ്കാരമോ ഒന്നും പ്രകടിപ്പിച്ച ഒരു മഹാരാജാവിനെ സമീപകാല ചരിത്രത്തിൽ കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തും കാണാൻ കഴിയില്ല. തിരുവിതാംകൂറിലും കാണില്ല, കൊച്ചിയിലും കാണുകയില്ല, ഇനി പഴയ സാമൂരിപ്പാടിൻ്റെ കോഴിക്കോട്ടും കാണുകയില്ല. ഇദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ പണ്ട് ശക്തൻ തമ്പുരാനോ അല്ലെങ്കിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡർമ്മയോ മറ്റോ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അവരാരും നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല. ഇതാണ് പ്രശ്നം. ഇദ്ദേഹം പെരുമാറുന്നത് മഹാരാജാവായിട്ടല്ല, അഖില കേരള ചക്രവർത്തിയായിട്ടാണ്. അദ്ദേഹം ചക്രവർത്തിയല്ല, ഓട്ടോമൻ സുൽത്താനെ പോലെ വലിയ അധികാരമുണ്ടെന്ന് ഭാവിക്കുന്ന ആളാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അധികാര അവകാശങ്ങൾ കുറവാണ്. കൂടുതൽ അധികാരം കേന്ദ്രത്തിനാണ്. പിന്നെ റെസിഡ്യൂറി പവേഴ്സും കേന്ദ്രത്തിനാണ്. ഭരണഘടനാപരമായിട്ട് പോകും. കൺകറൻറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനാണ് നിയമനിർമ്മാണം നടത്താൻ മുൻകൈയുള്ളത്. അപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. അത്രേ ഉള്ളൂ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട് എന്ന് വെച്ചോളൂ. കേരളത്തിൽ ഇതിലും പ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി മാറി നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പട്ടം താണുള്ള മുതൽക്ക് ടി കെ നാരായണപിള്ള, സി കേശവൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇങ്ങനെയുള്ള ആളുകൾ തിരുക്കൊച്ചി സംസ്ഥാനത്തുണ്ടായിരുന്നു. പിന്നീട് കേരള സംസ്ഥാനം വന്നതിന് ശേഷം EMS പോലെ അല്ലെങ്കിൽ ശങ്കരനെ പോലെ ഉള്ള ആളുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്യുതമേനോൻ എന്ന് പറഞ്ഞ വളരെ ജനകീയനായ മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോട്ടെ, CPM കാരനായ EK നായനാർ എത്ര ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല, പൈലറ്റും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഓനല്ലടോ എസ്കോർട്ട്, നമുക്ക് എന്തിനാ എസ്കോർട്ട്? നമ്മുടെ എസ്കോർട്ട് എന്ന് പറയുന്ന നാട്ടിലെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് തരാൻ പറ്റാത്ത എന്ത് സുരക്ഷയാണ് പോലീസിന് തരാൻ പറ്റുക എന്ന് ചോദിച്ച ആളാണ് EK നായനാരുടെ നാട്ടുകാരനായ 40 വാഹനങ്ങളുടെ അകമ്പടി കൊണ്ടാണ് ആംബുലൻസിൻ്റെ പിന്തുണി അകമ്പടിയോടി യാത്ര ചെയ്യൽ എഴുന്നള്ളത്ത് നടത്തുന്ന ഒരു ചക്രവർത്തി കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. മുഗൾ ചക്രവർത്തിക്ക് ഇത്രയും ആർഭാടം ഉണ്ടായിരുന്നില്ല, ഇത്രയും ഗമയും ഗാംഭീര്യവും ഉണ്ടായിരുന്നില്ല. മുഗൾ ചക്രവർത്തിയേക്കാൾ കൊല്ലിയ. ഞാനതാ പറഞ്ഞത്. ഈ ആധുനിക കാലത്ത് വേറെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിക്ക് ഇത്രയും ആർഭാടമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഫ്രാൻസിലെ ശ്രീജിത് പണിക്കർ 7:30 പോകും എന്നുള്ളത് കൊണ്ടാണ് ശ്രീജിത് പണിക്കറിലേക്ക് വരുന്നത്. ഈ പാർട്ടിക്കൊരു വശമുണ്ടല്ലോ, അതായത് ഈ ബിഷപ്പിനെ കളിയാക്കിയപ്പോഴും അല്ലാതെ മോശം വാക്കുകൾ പറഞ്ഞപ്പോഴുമൊക്കെ പിണറായി അപ്പോൾ തന്നെ പാർട്ടി കൂടെയുണ്ടെന്ന് പറഞ്ഞൊരു സെക്രട്ടറി അവർക്കുണ്ട്. അതായത് പിണറായിക്കെതിരായ ശബ്ദങ്ങൾ എവിടെ ഉയർന്നു തുടങ്ങുന്നുവോ അതിനെ മുളയിലേ നുള്ളിക്കളയുന്ന MV ഗോവിന്ദൻ. ഈ ജനത്തിന് ദാസനായ പിണറായി വിജയൻ പാർട്ടിക്ക് ദാസനാകുന്നത് എന്നായിരിക്കും? അല്ല, പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു രീതി അനുസരിച്ച് അവരുടെ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. വ്യക്തി ആരാധന പാടില്ല എന്നുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അത് കേരളത്തിലും ഒരു വലിയൊരു അളവ് വരെ, ഒരു കാലം വരെ അത് നടത്തിയിരുന്നതാണ്. പക്ഷെ പിന്നീട് വ്യക്തി ആരാധനയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അന്ന് വിമർശിച്ചിരുന്ന ആൾ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് CPM-കാർ തന്നെ പല ഘടകങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ സമയത്തൊന്നും തന്നെ അദ്ദേഹം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. ആ സമയത്തൊന്നും തന്നെ അദ്ദേഹത്തിനെ ഒരു ദാസനായിട്ടായിരുന്നില്ല ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഈ പാർട്ടിയുടെ കീർത്തി ഈ ലോകമെങ്ങും എത്തിക്കുന്ന കാരണഭൂതനാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം സൂര്യനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ വരാൻ പാടില്ല
എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. അദ്ദേഹം ജൈവ ബുദ്ധിജീവിയാണ് എന്ന രീതിയിലത്തേക്ക് ഒരു മന്ത്രി പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ വിശേഷണങ്ങൾ കിട്ടുമോ ആ വിശേഷണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും പരസ്യമായിട്ട് ഇത് വേണ്ട എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. രഹസ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ആരും അതിന് മുതിരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിലുള്ള ആൾക്കാരെങ്കിലും. അപ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ടാകാം. എന്തായാലും ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പറയുന്ന ഈ കേവലം പ്രശംസാ പുകഴ്ത്തൽ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ ന്യായമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് CPM-ന്റെ ഒരു മെഷീനറി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനാണെങ്കിലും ശ്രീ AK ബാലനാണെങ്കിലും ഒക്കെ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ന്യായീകരിക്കാനാകാത്ത വിഷയങ്ങളുണ്ട്, ഇൻഡിഫെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ അതിനെ പോലും ന്യായീകരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ EP-യെ ബലിയാടാക്കിയിട്ടാണെങ്കിലും പിണറായിയെ രക്ഷിക്കുക, അതാണ് ഒരു പോളിസി. അതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലെ CPM-ന്റെ വലിയ ആവർത്തിച്ചുള്ള പരാജയം വരുമ്പോൾ അതിൻ്റെ വിശദീകരണ യോഗങ്ങളൊക്കെ, അവലോകന യോഗങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ പല ഘടകങ്ങളിൽ, ജില്ലാ ഘടകങ്ങളിലായിക്കോട്ടെ സംസ്ഥാന ഘടകത്തിലായിക്കോട്ടെ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലോക്സഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുമ്പോഴും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഈ വോട്ട് ചെയ്തിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണല്ലോ ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത്, ഇത് നമ്മുടെ സർക്കാരിന്റെ വിലയിരുത്തലൊന്നുമല്ല, ഇത് കേന്ദ്രത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതും പരാജയത്തിന് കാരണമാണ് എന്ന് വിലയിരുത്തേണ്ടതും കേന്ദ്ര വിഷയങ്ങളായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു വിഷയവുമായിരുന്നില്ല പറഞ്ഞത്. നേരെ മറിച്ച് ഇവിടെയുള്ള ജില്ലാ ഘടകങ്ങളിലാണെങ്കിലും സംസ്ഥാന ഘടകത്തിലാണെങ്കിലും ചർച്ച ചെയ്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അത് കൃത്യസമയത്ത് പെൻഷൻ നൽകാതിരുന്നത് കൊണ്ട്, അതിൽ വിശദീകരണം കൃത്യമായിട്ട് നൽകാത്തത് കൊണ്ട്, കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് പണം കിട്ടാത്തത് എന്നതിനെപ്പറ്റി വിശദീകരിക്കാത്തത് കൊണ്ട്, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആൾക്കാരിലേക്ക് നമ്മൾ ഇനിയും എത്തിച്ചേരേണ്ടതുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള പല കൺക്ലൂഷനുകളും വന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പോരായ്മകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ശൈലി മാറ്റണോ? വേണ്ട. പിണറായി വിജയന്റെ കുറ്റമുണ്ടോ? ഇല്ല. അദ്ദേഹം എന്തെങ്കിലും രീതിയിലുള്ള സ്വയം വൈരുദ്ധ്യാത്മക ഭൗതികവാദം അതാണ് ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യാത്മക ഭൗതിക വാദകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വാദം പോലുമല്ല. കാരണം നമ്മൾ ഒരു വേള കണ്ടതാണ്, ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ അഭിമുഖം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഒരു ആത്മപരിശോധന നടത്തണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഏത് ഭാഷയിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് കേട്ടിരുന്ന മാധ്യമപ്രവർത്തകനെ എതിർത്തില്ല എന്ന് തന്നെയല്ല, അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചിട്ട് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പോകുന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തെ ആ വാക്കുകൾ ഒരുപക്ഷെ അതേ വഴിക്ക് അതെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വളരെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട്. അതായത് ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പക്ഷെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല, തിരുത്തണം എന്നാണ് പറയുന്നത്. ഇത് ആര് തിരുത്തും? ശ്രീ ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇത് നമ്മൾ തിരുത്തും എന്നാണ്. പക്ഷെ മുഖ്യമന്ത്രിയാണോ തിരുത്തുന്നത്? അല്ല. ഗോവിന്ദൻ മാഷാണോ തിരുത്തുന്നത്? അല്ല. AK ബാലനാണോ തിരുത്തുന്നത്? അല്ല. പിന്നെ ആരാ തിരുത്തുക? ഈ താഴെ തട്ടിലുള്ള ആൾക്കാരാണോ തിരുത്തുക? അവർക്ക് ആത്മാർത്ഥതയുണ്ട്, പക്ഷെ അവരെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, ഇപ്പൊ ഈ പല ആൾക്കാരും പറയുന്നത് പോലെ അവർ പാർട്ടിയെ തിരുത്തി കഴിഞ്ഞു. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഡോക്ടർ സെബാസ്റ്റ്യൻ, ആ രീതിയിലുള്ള ഒരു വിഷയമുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ കണ്ട കാര്യം അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ബസ്സിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റുന്നത് എങ്ങനെ കുറ്റമാകും? പിന്നീട് അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ടെലിവിഷനിലൂടെ കണ്ടിട്ടുണ്ടാകും, പാർട്ടി പ്രവർത്തകർ പറഞ്ഞറിഞ്ഞിട്ടുണ്ടാകും, അല്ലാതെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ മനഃപൂർവ്വം ഇത് ആവർത്തിക്കുകയാണ് ഇപ്പോഴും. അതായത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലിയ ആഴത്തിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ മനസ്സ്, മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി മാറിയിട്ടില്ലെന്നും. അത് മുഖ്യമന്ത്രി നേരിട്ടല്ല കാര്യങ്ങൾ കാണുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹം കാണാത്ത കാര്യങ്ങളും കാണുന്നുണ്ട്, കേൾക്കാത്ത കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള വലിയ സംവിധാനം ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ നവകേരള യാത്രയിൽ ബസിൻ്റെ മുൻഭാഗത്താണല്ലോ അദ്ദേഹം ഇരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം കോൺഗ്രസും മറ്റും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെയാണ് കറുത്ത കുപ്പായമിട്ട് പ്രതിഷേധക്കാർ വരുന്നു, പതാകയുമായി അതിൻ്റെ കൊടിയുമായി ഒക്കെ ആ ബസ്സിന് മുന്നിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. അവരെ പിടിച്ചു മാറ്റാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ശ്രമം ആയിരിക്കാം അദ്ദേഹം അന്നവിടെ കണ്ടത്. ആ കാര്യം അദ്ദേഹം അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ അവിടെ നടന്നത് ചില അനിഷ്ട സംഭവങ്ങൾ അതിനെ തുടർന്നുണ്ടായി എന്നാണ് നമ്മൾ
മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ, അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ, ആ പഴയ വാക്ക് തന്നെ, രക്ഷാപ്രവർത്തനം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അല്പം പോരായ്മയുണ്ട് എന്നാണ് ഇനി ചർച്ചയിൽ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ആ പോരായ്മ അത് ജനങ്ങൾക്കും അത് അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി പ്രതിഫലനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ വന്നത്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില തിരുത്തലുകൾ എല്ലാം പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. നിയമസഭയിൽ തന്നെയും തൻ്റെ ഗവൺമെൻറ്റിനെയും ന്യായീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ നിയമസഭയിൽ മാത്രമല്ല പാർലമെൻറ്റിലും അത് കാണാറില്ലേ. എല്ലാ കാര്യങ്ങളും പരസ്യമായി എല്ലാ ഘട്ടത്തിലും വന്ന് പറയാൻ കഴിഞ്ഞു എന്നും വരില്ല. പക്ഷേ വളരെ വിശദമായ രീതിയിൽ, വിപുലമായ രീതിയിൽ പാർട്ടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതങ്ങ് കേന്ദ്ര കമ്മിറ്റി വരെ പോയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ, തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ മേഖലാ സമ്മേളനങ്ങളിൽ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പണ്ടിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ ഭരണാധികാരി എപ്പോഴും പാർട്ടിക്ക് വിധേയനായിരിക്കണം, പാർട്ടിക്ക് കീഴ്പ്പെട്ടാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ഇതിനു മുൻപ് നിരവധി സന്ദർഭങ്ങളിൽ അത് നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇവിടെ പാർട്ടിയിൽ നിന്ന് വിട്ട് തൻ്റെ ഒരു മേധാവിത്വം പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്നു എന്ന് ആക്ഷേപമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നുകൂടി എനിക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചില വാക്കുകൾ അവിടെയൊക്കെ ആ വിമർശനത്തിൻ്റെ ശരങ്ങളുടെ തൊടുക്കുന്നുണ്ട്. അവിടെ തെറ്റുകൾ തിരുത്താനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. ആ തെറ്റുകൾ തിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ശ്രീത് പണിക്കർ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ തിരുത്തും, തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായി തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭരണവിരുദ്ധ വികാരമാണെന്ന് സമ്മതിക്കുമ്പോഴും പിണറായി ശൈലി മാറ്റേണ്ട എന്ന രീതി പാർട്ടി സെക്രട്ടറി തന്നെ തുറന്നു പറയുമ്പോൾ എങ്ങനെ തിരുത്താനാണ്, എവിടെ തിരുത്താനാണ്, എങ്ങനെ തിരുത്തി തുടങ്ങാനാണ്? അല്ല, ഈ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പായിട്ട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടാവും. കാരണം അവിടുത്തെ മേജർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് BJP ആണ്, മറ്റത് കോൺഗ്രസ്സാണ്. കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാന മത്സരം. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ UDF അല്ലെങ്കിൽ BJP എന്ന ഓപ്ഷനിലേക്ക് വരും. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഈ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, ദേശീയ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണയായിട്ട് കോൺഗ്രസ് മേൽക്കൈ നേടുന്നത്. ഇപ്പോൾ 1977 20 സീറ്റിലും ജയിച്ചു, 84 അത് 17 സീറ്റിൽ ജയിച്ചു, 89 16 സീറ്റ് ജയിച്ചു, 2009 16 സീറ്റ് ജയിച്ചു, 2019 19 സീറ്റ് ജയിച്ചു. അപ്പോൾ അങ്ങനെയാണ് UDF സാധാരണ ജയിക്കാൻ, UDF-നാണ് മേൽക്കൈ ഉണ്ടാകുന്നത്. പക്ഷേ തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തമായിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പ്രശ്നമെന്ന് വെച്ചാൽ ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു 16 സീറ്റ് വരെയൊക്കെ ന്യായമായിട്ട് UDF ജയിക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത, മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുള്ള തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് CPM-ൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി. UDF ജയിക്കാൻ മാത്രമല്ല ചെയ്തത്, BJP-യുടെ വോട്ട് ഷെയർ വല്ലാതെ വർദ്ധിച്ചു. അത് ചോർന്നു പോയിട്ടുള്ളത് ഇടതുപക്ഷത്തു നിന്നാണ് എന്ന കാര്യം വ്യക്തമായി. സാധാരണ ഇതിൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് BJP-യിലേക്ക് പോയി. ഇത്തവണ അങ്ങനെയല്ല, ഇടതുപക്ഷ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി. അത് തിരുവിതാംകൂർ ഭാഗത്ത് വളരെ പ്രകടമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ, ഒരു പരിധിവരെ മണ്ഡലത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് സ്വാഭാവികവുമാണ്. പക്ഷേ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മലബാർ മണ്ഡലങ്ങളിൽ വലിയ BJP-യിലേക്ക് പോകുന്നു. ആ പോയിരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ്. പാർട്ടിക്കാർ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് വോട്ട് BJP-ക്ക് പോകും. ഒരു കാര്യമില്ലേ, മറ്റുള്ളിടത്ത് കാണാത്ത, ഇതുവരെ കാണാത്ത ഒരു പ്രതിഭാസമാണ്. അതിനുപരിയായിട്ട് ജയിച്ച UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വല്ലാതെ അത് തന്നെ UDF-ൻ്റെ വോട്ട് വരുന്നതുകൊണ്ടല്ല, മറിച്ച് LDF സ്ഥാനാർത്ഥികളുടെ വോട്ട് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇളമരക്കരി 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റത്. ഏറ്റവും അധികം CPM അങ്ങയിലേക്ക് വരാം. ശ്രീത് പണിക്കരോട് ഒരു ചോദ്യം കൂടിയാകാം. ശ്രീത് പണിക്കർ, ഈ ജനവികാരമെതിരെന്ന് സമ്മതിക്കുന്ന പാർട്ടി സംഘടനാ റിപ്പോർട്ട് ഉണ്ടെന്നാണ് വിവരം. ഉണ്ടാകും, നമ്മളത് വിവരമെന്ന് പറഞ്ഞില്ലെങ്കിൽ എവിടെയാ റിപ്പോർട്ടെന്ന ചോദ്യം സ്വാഭാവികമായി അവർ ചോദിക്കും. പക്ഷേ ഇതെല്ലാം സത്യമാണെന്നും സംഭവിച്ചതാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം താനും. ഈ യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് അത്രേ, അതായത് പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്,
താഴെ തട്ടുകളിൽ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തപ്പോൾ തോൽവിയുടെ കാരണം കണ്ടെത്തിയെന്നും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റം വരുത്തേണ്ട സാഹചര്യമുണ്ടെന്നും അത് ചർച്ച ചെയ്യുമെന്നും BJPയുടെ വോട്ട് കൂടിയത് ഗൗരവമായി കാണുന്നുവെന്ന് യെച്ചൂരി പറഞ്ഞുവെന്നാണ് കേൾക്കുന്നത്. എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ പാർട്ടി പിണറായിക്കുമേൽ പിടിമുറുക്കി തുടങ്ങിയെന്ന്? അല്ലാതെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേശീയ നേതൃത്വത്തിന് സംസ്ഥാനത്തിനെ തിരുത്തണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി തുടർച്ചയായിട്ട് 2 തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്നയാളാണ്. അത് CPM-ന് ഈ സമീപ ഭൂതകാലത്തിൽ ഒരിടത്തും ആ രീതിയിലുള്ള ഒരു വിജയം അവകാശപ്പെടാനായിട്ടില്ല. മറ്റ് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും ഒക്കെ തന്നെ അവർ സംസ്ഥാന ഭരണത്തിൽ ഇല്ലാതെയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വീണ്ടും അവിടേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് എന്നുള്ളതിനെ പറ്റി അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു തീർച്ചയായിട്ടും ഒരു ക്ലെയിം ഉണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹം മുന്നിൽ നിന്ന് ക്യാപ്റ്റൻ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം നയിച്ചിട്ടാണ് അധികാരത്തിലേക്ക് വന്നത് എന്നുള്ള ഒരു ക്ലെയിം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി കൊണ്ടാണ് സംസ്ഥാനത്ത് ഭരണത്തിൽ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പറയാമെങ്കിൽ, മറ്റുള്ള എല്ലാ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ പറയാമെങ്കിൽ CPM ഇനി എന്തിനാണ് ശ്രമിക്കുക? 2026 അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ടാണ്. ആ സമയത്തിന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശൈലി മാറ്റം പറഞ്ഞുകൊണ്ടോ ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. 2, അദ്ദേഹത്തിന് ശൈലി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലത്തേക്കോ ജനങ്ങളുടെ ദാസൻ എന്ന രീതിയിലത്തേക്കോ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് പണ്ടായിരിക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്കാണ്. അതിൽ നിന്നൊരു ശൈലി മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന്, ഇത്രയും പ്രായമൊക്കെ ആയ ആളാണ്, അദ്ദേഹത്തിനെ തിരുത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ നയമാണ് മാറ്റേണ്ടതെങ്കിൽ, സർക്കാരിന്റെ പരിപാടികളാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പണമാണ്. പണത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, ധനാഗമ മാർഗങ്ങളൊക്കെ തന്നെ സർക്കാരിന് അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നത് എളുപ്പമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായതും CPM ഒരു പരിധിവരെ അക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു വിഷയം എന്തായിരുന്നു? ക്ഷേമ പെൻഷനാണ്. ആ ക്ഷേമ പെൻഷനിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്ബേഴ്സ്മെന്റിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താൻ എന്ത് ചെയ്യും? തിരുത്താൻ പണം വേണം. പണമുണ്ടോ? ഇല്ല. അപ്പോൾ ആ പദ്ധതി എങ്ങനെയാണ്, ആ ഒരു പ്രശ്നം അവരെങ്ങനെയാണ് പരിഹരിക്കാൻ പോവുക? അതിന് പ്രത്യേകിച്ച് പരിഹാര മാർഗങ്ങളില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പണവുമായി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നയപരമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങളുടെ അടുത്തേക്ക് പോയി ആ വിശ്വാസം തിരികെ ആർജിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീജിത്ത് പണിക്കർ, നന്ദി ഒപ്പം ചേർന്നതിന്. അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങ് പറഞ്ഞു വന്നത് തുടർന്നോളൂ. ഞാൻ ശ്രീജിത്തിന് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് ശ്രീജിത്തിനോടൊരു ചോദ്യം കൂടി ചോദിച്ചതേ ഉള്ളൂ. അങ്ങ് പറഞ്ഞു വന്ന കാതലായ ഒരിടമുണ്ട്, അത് തുടർന്നോളൂ. അല്ല, അപ്പോൾ ഇതിൽ CPM-നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചോളം ഏറ്റവും ആശങ്കാകുലമായിട്ടുള്ള കാര്യം, ആശങ്ക ഉണർത്തുന്ന കാര്യം എന്ന് പറയുന്നത് UDF ജയിച്ചതല്ല. UDF ജയിച്ചത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഭരണവിരുദ്ധ വികാരം, രണ്ടാമത് ദേശീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ്സാണ്. ഇവിടെ LDF-ന് കിട്ടുന്ന ഓരോ സീറ്റും ഫലത്തിൽ BJPക്ക് ഗുണകരമാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ബുദ്ധിപൂർവ്വം UDF-ന് വോട്ട് ചെയ്തു. UDF ജയിച്ചു, 18 സീറ്റ് അവർ ജയിച്ചു. ഇല്ല, ആ ഒരു അത്ഭുതമില്ല. BJP ഒന്നുകൂടി ആഞ്ഞു പിടിച്ചെങ്കിൽ 2 സീറ്റ് കൂടി അവർക്ക് ജയിക്കാമായിരുന്നു. ആറ്റിങ്ങലും അതുപോലെ തന്നെ തിരുവനന്തപുരം. അത് ചെറിയ വ്യത്യാസത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ കോൺഗ്രസ് ജയിച്ചതല്ല, UDF ജയിച്ചതല്ല, LDF തോറ്റതുമല്ല. LDF-ൻ്റെ കോർ വോട്ട്, ബേസ് വോട്ട് എന്ന് പറയുന്ന ആ വോട്ടിൽ വലിയ വിള്ളലുണ്ടായിരിക്കും. ഇവിടെ തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ടർമാർ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ക്രിസ്ത്യൻ വോട്ടർമാരെന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസിന് വോട്ട് ചെയ്തവരാണ്. ആ വോട്ട് ഇനി BJPയിലേക്ക് പോകുന്നതുകൊണ്ട് സത്യത്തിൽ LDF-ന് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഏത് കാലത്തും CPM-നെ പിന്തുണച്ചുകൊണ്ടിരുന്ന, LDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു പ്രബല വിഭാഗം, അത് ഈഴവരാതി പിന്നാക്ക സമുദായക്കാരും പട്ടിക സമുദായക്കാരുമാണ്. ആ വോട്ടിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ CPM-ൻ്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. ഇതാണല്ലേ ശരിക്കുള്ള വിഷയം. ഇതാണ് ഈ വിഷയത്തെ CPM എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നതാണ് പ്രശ്നം. അതിന് എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ? പിന്നെ ജനങ്ങളുടെ ഭാഗത്തുള്ള വലിയ വിപ്രതിപത്തി, ജനങ്ങൾ മടുത്തു, വെറുത്തു. ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല, KSRTC ജോലിക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല, ശമ്പളം സമയത്തിന് കിട്ടുന്നില്ല, ഈ മാസം ചെയ്ത ജോലിയുടെ ശമ്പളം അടുത്തതിൻ്റെ പിന്നത്തെ മാസം കിട്ടും. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ DA സമയത്ത് കിട്ടുന്നില്ല, ലീവ് സറണ്ടർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പണ്ട് എത്ര വലിയ സമരം ചെയ്ത് ആൻ്റണിയെ മുട്ടുകുതിച്ചവരല്ലേ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. NGO യൂണിയൻകാർ എന്താ ഒന്നും മിണ്ടാത്തത്?
മിണ്ടാൻ പറ്റുമല്ലോ. അവരിപ്പോൾ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ ആഗോള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പാലസ്തീനിൽ എങ്ങനെ പ്രശ്ന സമാധാനം ഉണ്ടാക്കാം, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് NGO യൂണിയൻകാർ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ദാർശനിക സമസ്യകളാണ് ഇവിടെ NGO ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോകുന്നത്. അവർക്ക് DA കുറിച്ച് യാതൊരു വ്യാപലാതിയില്ല. വ്യാപലാതി ഇല്ലാത്തതുകൊണ്ടല്ല, പുറത്ത് പറയാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഓരോ NGOയുടെ ഉള്ളിലും ഈ പ്രതികാര മനോഭാവമുണ്ട്. അവർ ആദ്യം കിട്ടുന്ന അവസരത്തിൽ സർക്കാരിനെതിരായിട്ട് പണി കൊടുക്കും. അതാണ് ഇവിടെ കണ്ടത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഈ ഇടത്തരക്കാരുടെ വോട്ട് കിട്ടിയില്ല, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതായത് പാർട്ടി ഈ പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഈ സർക്കാരിനെതിരായ ജനവികാരം കേരളത്തിൽ തിരിച്ചടിയായി, ജനങ്ങളെ മനസ്സിലാക്കാത്ത പാർട്ടിയായി CPM മാറിയോ എന്ന സംശയം, അടിസ്ഥാന വോട്ടുകൾ ചോർന്നത് ഗൗരവത്തോടെ കാണണം. ത്രിപുരയിലും ഇതാണ് സംഭവിച്ചത്, അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അതായത് പാർട്ടി കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധി. ഈ BJPയിലേക്ക് വോട്ട് പോയി, ഇടത് വോട്ടുകൾ ചോർന്നു എന്നൊക്കെ പറയുന്നത് തൽക്കാലത്തേക്കല്ലെന്ന് അവർ തന്നെ തിരിച്ചറിയുന്ന ഒരു വാക്കാണ്, ഒരു വാചകമാണ് യെച്ചൂരി പറഞ്ഞു വെക്കുന്നത്. ശരിയോ? അല്ല, വളരെ ആഴത്തിലുള്ള ക്യാമ്പയിൻ CPM പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് BJPയോടുള്ള സമീപനത്തിൽ നടത്തിയിട്ടുണ്ട്. ഇത്രയേറെ ക്ലാസ്സുകളും പഠനങ്ങളും സെമിനാറുകളും ഒക്കെ നടത്തിയതിന് ശേഷവും CPMന് ലഭിക്കേണ്ട വോട്ടുകൾ BJPക്ക് പോയിരിക്കുന്നു എന്ന് സമ്മതിക്കേണ്ടി വരുന്നത് പ്രത്യക്ഷമായോ പരോക്ഷമായ ഒരു സമ്മതം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങേയറ്റം ആപത്കരമാണ്, വരാനിരിക്കുന്ന വലിയൊരു ആപത്തിൻ്റെ സൂചനയുമാണ്. ഇപ്പോൾ ഈ അടിസ്ഥാന വോട്ടുകൾ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് BJPക്ക് പോകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമല്ല. 2016 തൃക്കാക്കരയിൽ ഞാൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിക്ടിം ആയിരുന്നു. പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ, ഉറച്ച വോട്ടുകൾ, അത് എണ്ണി വരുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് പരിശോധിക്കുമ്പോൾ BJPക്ക്, കോൺഗ്രസിന് പോലുമല്ല BJPക്ക് സ്ഥാനാർത്ഥിക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയൊക്കെ അന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും പാർട്ടി ഒരു ഗൗരവത്തിൽ എടുക്കുകയോ ആ വിഷയം പഠിക്കുകയോ അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടി ഒരു വലിയ ഒരു ആപത്താണ് ഇപ്പോൾ പാർട്ടി നേരിട്ടിരിക്കുന്നത്. ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. ജയശങ്കർ ചൂണ്ടിക്കാണിച്ച എല്ലാ കാര്യങ്ങളിലൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയോ ഭരണത്തിലുള്ള അമർഷം മാത്രമല്ല ഈ LDFനെതിരെ വോട്ടർമാർ തിരിയുന്നതിന് കാരണമായിട്ടുള്ളത്. അതിനൊരു പോസിറ്റീവ് വശം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അത് കേന്ദ്രം ആര് ഭരിക്കണം, അവിടെ കോൺഗ്രസിനാണോ അല്ലെങ്കിൽ BJPക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യം കേരളത്തിലെ വോട്ടർമാരുടെ മുന്നിൽ വന്നപ്പോൾ അവർ കോൺഗ്രസിനെ ന്യായമായും പ്രിഫർ ചെയ്തു എന്നുള്ളതും പരിഗണിക്കേണ്ടതായ പരിശോധിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ്. പക്ഷേ CPMനെ സംബന്ധിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിച്ച ആ അപകടം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തിയും കരുത്തുമുള്ള പ്രസ്ഥാനം തന്നെയാണ് CPM. പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസുവിനെ നീക്കം അങ്ങനെ ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ പാർട്ടിക്ക് കെൽപ്പുണ്ടോ? ഇപ്പോൾ കെൽപ്പുണ്ടോ? അല്ല, ആ തീരുമാനമെടുക്കുന്നതിനുള്ള കെൽപ്പ് പാർട്ടിക്ക് എല്ലാ കാലത്തുമുണ്ട്, അത് ഇപ്പോഴുമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വളരെ അനായാസം അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ രീതി അനുസരിച്ച്, ആ പ്രവർത്തന പരിപാടിയുടെ സ്വഭാവം അനുസരിച്ച് ആ തീരുമാനം അത് അത്ര കഠിനമാണെങ്കിൽ പോലും പാർട്ടി സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു വന്നത് ഇതാദ്യമായല്ല ഇടത് വോട്ടുകൾ, CPM വോട്ടുകൾ BJPയിലേക്ക് ചോർന്നു പോയത് എന്നാണ്. വർഷങ്ങൾക്ക് മുൻപത്തെ കഥ, അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ്. എങ്ങനെയാണ് CPM അണികൾ എന്തുകൊണ്ടാണ് BJPക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്? അവർക്ക് BJP ഒരു നല്ല ബദലാണെന്ന് തോന്നുന്നത് എപ്പോഴാണ്? അല്ല, അതിൽ നമ്മൾ ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഇടതുപക്ഷ വോട്ടുകൾ അങ്ങനെ ബിജെപിക്കാറില്ല. ഇപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞത് ഒരു ഒറ്റപ്പെട്ട അനുഭവം. അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ്
ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം 2016 2011 തൊട്ട് 2016 വരെ കേരളം ഭരിച്ച UDF സർക്കാരിൻ്റെ കാലത്ത് അതിഭയങ്കരമായ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷ സമുദായക്കാർക്ക് അനുകൂലമായ ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായം വല്ലാതെ പ്രാന്തവൽക്കരിക്കപ്പെടുന്നു എന്നൊരു അത് ഭരണം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ദൃശ്യമായി. 5ാം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് BJP അല്ല, CPM അല്ല. അതിശക്തമായത് ഇവിടുത്തെ സമുദായ സംഘടനകളാണ്, ഹിന്ദു സമുദായ സംഘടനകളാണ്. പ്രത്യേകിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശനും G. സുകുമാരൻ നായരുമാണ്. അവരാണ് സമുദായ ഐക്യം, അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്ന ഒരു പുതിയ രാഷ്ട്രീയ അജണ്ട സാമുദായിക അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും പിന്നെ പിന്മാറുകയും മറ്റ് സംഘടനകൾ ചേർന്ന് BDJS എന്നൊരു സംഘടന ഉണ്ടാക്കി. അവരുടെ സ്ഥാനാർത്ഥികൾ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നമ്മൾ ഏറ്റുമാനൂരെ വോട്ട് നോക്കുക, വൈക്കത്തെ വോട്ട് നോക്കുക, എറണാകുളം ജില്ലയിലെ ഹിന്ദു മണ്ഡലങ്ങൾ നോക്കുക, വൈപ്പിലെ വോട്ട്, പറവൂരെ വോട്ട്, തൃപ്പൂണിത്തുറയിലെ വോട്ട്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, അതിനപ്പുറത്ത് നാട്ടിക, ഗുരുവായൂർ, മണലൂർ മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ കിട്ടി. അത് BJPയുടെ വോട്ടാണോ? അല്ല, അത് ഇടവ സമുദായ ഒരു മാറ്റം. അതുപോലെ കൊടുങ്ങല്ലൂരിലാണ് KP ധനപാലൻ തോറ്റത്. KP ധനപാലന് ന്യായമായി കിട്ടേണ്ടിയിരുന്ന വോട്ടുകളിൽ ഒരു വലിയ BJP സ്ഥാനാർത്ഥി കൊണ്ടുപോയി. എങ്ങനെയാണ് ഇരിങ്ങാലക്കുടയിൽ ഉണ്ണിയാടൻ തോറ്റത്? ആ ഉണ്ണിയാടനെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് 25,000 കടന്നപ്പോൾ CPMൻ്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ആലിംഗനം ചെയ്തു, സന്തോഷം സഹിക്കാൻ വയ്യാതെ. കാരണം എന്താ വെച്ചാൽ അയാൾ പിടിച്ച വോട്ട് ബഹുഭൂരിപക്ഷവും ഉണ്ണിയാടൻ്റെ പെട്ടിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചത് ഈ BDJS BJPയിലേക്ക് വന്ന കുറേ വോട്ടുകൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ 90% പിടിച്ചത് UDFൻ്റെ പെട്ടിയിൽ നിന്നാണ്. UDFനെ തകർത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ BDJSൻ്റെ ആവിർഭാവമായിരുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ, തൃശ്ശൂരിൽ ഇത് വ്യാപകമായിരുന്നു. വോട്ട് കൊണ്ടാണ് LDF ജയിച്ചത്, അല്ലാതെ LDFൻ്റെ മെൻമോണ്ടല്ല. സ്വരാജ് എങ്ങനെയുണ്ട്? തൃപ്പൂണിത്തുറയിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക, അദ്ദേഹം പിടിച്ച വോട്ടുകൾ ഭൂരിപക്ഷ പെട്ടിയിൽ നിന്നായിരുന്നു. ശരി, ഏതായാലും ദാസനായ പിണറായി വിജയൻ പാർട്ടിക്ക് ദാസനാകുമോ, ജനങ്ങൾക്ക് ദാസനാണ് ഞാനെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത്. ഇതിനൊരു മറുവശമുണ്ട്. SFIയെ പോലും പേറുകയാണ് പിണറായി വിജയൻ്റെ വാക്കുകൾ. അവർ ചെയ്യുന്നതൊക്കെയും ശരിയെന്ന് പറഞ്ഞു പോകേണ്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ. എന്തുകൊണ്ട്?